പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. സുരക്ഷയുടെ ഭാഗമായി വിവാഹ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നും ദേവസ്വം. മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച, 9 പവനും 50,000 രൂപയും കവർന്നു. വീടിന്റെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ, 3 ലക്ഷം രൂപയുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തടയാനെത്തിയ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം. വടക്കേക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. സുരക്ഷയുടെ ഭാഗമായി വിവാഹ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച ഗുരുവായൂരിൽ നടത്താനിരുന്ന എല്ലാ വിവാഹങ്ങളും നടത്തും. വിവാഹങ്ങൾ മാറ്റിവെച്ചുവെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ബുധനാഴ്ച സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന മറ്റ് വിവാഹങ്ങൾ മാറ്റിവെച്ചെന്ന തരത്തിൽ പ്രചാരണം ശക്തമായതോടെയാണ് ഗുരുവായൂർ ദേവസ്വം വിശദീകരണവുമായി രംഗത്തെത്തിയത്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ BJP സ്വാഗത സംഘം ഓഫീസ് തുറന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച, 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും കവർന്നു. തയ്യൂർ വീട്ടിൽ സുരേഷിന്റെ വീടിന്റെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ബെഡ്റൂമിൽ ബെഡിന് താഴെ വെച്ചിരുന്ന 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. വെള്ളിയാഴ്ച സുരേഷും കുടുംബവും മാളയിലുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു. ശനിയാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ. കാടുകുറ്റി ജംഗ്ഷനിലുള്ള ഹയ സൂപ്പർ മാർക്കറ്റിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു തീപിടുത്തം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്തെ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സൂപ്പർ മാർക്കറ്റ് ഉടമകളെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. ചാലക്കുടിയിൽ നിന്നും എത്തിയ അഗ്നിശമന വിഭാഗം അരമണിക്കൂറിനകം തീയണച്ചു. പച്ചക്കറി വിഭാഗം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സീനിയർ ഫയർ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അണ്ടത്തോട് ബീച്ച് റോഡിൽ മേളിയിൽ വീട്ടിൽ ഷമീം, ആമിനു, റാബിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷമീമിനാണ് കുത്തേറ്റത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. 2 ബൈക്കിലായി എത്തിയ 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസ് എത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വടക്കേക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഫഹദ്, താനിഫ്, അസ്ലം, യാസിർ എന്നിവരുടെ പേരിൽ വീട്ടുകാർ പരാതി നൽകി. അതിദരിദ്രരില്ലാത്ത ആദ്യ കോർപ്പറേഷനായി തൃശൂർ കോർപ്പറേഷൻ. കഴിഞ്ഞ വർഷം നവംബർ 11-നാണ് തൃശൂർ കോർപ്പറേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കോർപ്പറേഷൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 381 അതിദരിദ്രരെ കണ്ടെത്തിയിരുന്നു. കോർപ്പറേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയും വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും ഇവർക്ക് ആവശ്യമായ സഹായം എത്തിച്ചാണ് പദ്ധതി വിജയിപ്പിച്ചത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് മേയർ ആവശ്യപ്പെട്ടു. പുല്ലൂർ പുതുമ്പുച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മുരിയാട് കായലിൽ നിന്നും മൂരിക്കോൾ വഴി പുല്ലൂർ പുതുമ്പുച്ചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിച്ച് പുതുമ്പുച്ചിറയുടെ ജലവിധാനം നിലനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പൂർത്തിയാകുന്നതോടെ പുല്ലൂർ ഊരകം പ്രദേശങ്ങളിൽ ശുദ്ധജലത്തിനും കൃഷിക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ നിലവാരം ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ഘട്ടമായാണ് പദ്ധതി പൂർത്തീകരിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി എന്നിവർ ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം നിഖിത അനൂപ് അധ്യക്ഷയായിരുന്നു. ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചുങ്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി മങ്കരയിൽ വൈദ്യുതി തൂണുകൾ ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്ത് വീണ് 2 പേർക്ക് പരിക്കേറ്റു. KSEB കരാർ ജീവനക്കാരായ മുള്ളൂർക്കര സ്വദേശി ഹസനാർ, ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് തലയ്ക്കും കാലിനും പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ചന്തപുരം കോട്ടപ്പുറം ബൈപ്പാസിലെ സർവീസ് റോഡ് തുറന്നു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് പൂർണ്ണമായും അടച്ചതിനെ തുടർന്ന് ബൈപ്പാസിലൂടെ കടന്നുപോയിരുന്ന വാഹനങ്ങൾ നഗരത്തിലൂടെ കടത്തിവിട്ടതോടെ കൊടുങ്ങല്ലൂരിൽ വാഹനഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. പാലിയക്കരയിലെ ടോൾ പിരിവിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വലിയ ചരക്ക് വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ നഗരം വഴിയാണ് കടന്നുപോകുന്നതും ഇതും ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിച്ചു. ഭാരം കയറ്റിയ കണ്ടെയ്നർ ലോറികളും ട്രെയിലറുകളും നഗരത്തിലെ വീതി കുറഞ്ഞ റോഡുകളിലൂടെ കടന്നുപോകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുകയാണ് പതിവ്. കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള തിരക്ക് കൂടി വരുന്നതോടെ നഗരം സ്തംഭിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. നഗരത്തിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്ത് എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബൈപ്പാസിലെ സർവീസ് റോഡ് തുറന്നത്. അളകപ്പനഗർ പച്ചളിപ്പുറത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ ഉൾപ്പെടെ 4 വീടുകളിൽ കയറി ആക്രമണം നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആൾ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പച്ചളിപ്പുറം അറയ്ക്കൽ വീട്ടിൽ വൈശാഖ്, ചെറുശ്ശേരി വീട്ടിൽ സന്തോഷ് എന്നിവരെയാണ് പുതുക്കാട് SHO UH സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അളകപ്പനഗർ പഞ്ചായത്ത് അംഗം, പച്ചളിപ്പുറം പട്ലിക്കാടൻ പ്രേജു, പള്ളിപ്പാമടത്തിൽ ഗീത, ചീരമ്പത്ത് ഭവിത, കിഴക്കൂട്ട് ഷീജ എന്നിവരുടെ വീടുകൾക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം. പ്രതികളോടൊപ്പമുണ്ടായിരുന്ന മറ്റ് 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ്, ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിശ്വനാഥൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ നഷ്ടപരിഹാര തുക വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 12.91 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ചെലവഴിക്കുന്നത്. 79 പേർക്കാണ് നഷ്ടപരിഹാരം നൽകുക. 46 പേർക്ക് നഷ്ടപരിഹാരവും 15 പേർക്ക് പുനരധിവാസ പാക്കേജുമാണ് ചടങ്ങിൽ നൽകുന്നത്. ഭാഗികമായി വീട് നഷ്ടപ്പെട്ട 7 പേരും കടകൾ നഷ്ടപ്പെട്ട 9 പേരുമാണ് പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കാത്ത ബാക്കി ആളുകൾ രേഖകൾ ഹാജരാക്കി നഷ്ടപരിഹാരം നേടണമെന്നും മന്ത്രി പറഞ്ഞു. നെടുപുഴ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ BEO ഓഫീസിൽ പ്രായമായവർക്ക് പോലും ഇരിക്കാൻ കസേര നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ലെന്ന് ആക്ഷേപം. പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാനെത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാമസേവകനായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് മുറിയിലാണ് എത്തുക. വിവിധ ആനുകൂല്യങ്ങൾക്കായി എത്തുന്നവരിൽ വയോധികരും അംഗപരിമിതരും ഉൾപ്പെടുന്നു. ശാരീരിക അവശതയുള്ളവർ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ പാസാക്കുന്നത് VEO ആണ്. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് രേഖകൾ തയ്യാറാക്കുന്നതിനും കരാറുകളിൽ ഒപ്പുവെക്കുക എന്നതും ദീർഘസമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ്. ഈ സമയമത്രയും അവശരായ വയോധികരും അംഗപരിമിതർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ഗുണഭോക്താക്കളും ഓഫീസറുടെ മുന്നിൽ നിൽക്കണം. ഓഫീസിന് അകത്തും പുറത്തും കസേരകൾ ഉണ്ടെങ്കിലും രേഖകൾ പരിശോധിക്കുന്ന ഓഫീസറുടെ മേശയ്ക്ക് മുന്നിൽ മാത്രം കസേര ഇട്ടിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് VEO ഓഫീസിൽ ഒരു വയോധിക നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS സത്യൻ ഉദ്യോഗസ്ഥരോട് കസേരയിട്ട് അവരെ ഇരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സത്യൻ പഞ്ചായത്തിൽ ഒരാവശ്യവുമായി എത്തിയപ്പോൾ ഓഫീസറുടെ മേശയ്ക്ക് മുന്നിൽ നിന്ന് കസേര വീണ്ടും നീക്കം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെക്കുറിച്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇത്രയേ സൗകര്യമുള്ളൂ എന്ന തരത്തിൽ ധിക്കാരപരമായി സംസാരിച്ചുവെന്ന് സത്യൻ പറയുന്നു. തുടർന്നാണ് ഓഫീസറുടെ മുന്നിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസേര നൽകണമെന്നാവശ്യപ്പെട്ട് സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചത്. കടങ്ങോട് VEO ഓഫീസിലെ വരുന്ന ഗുണഭോക്താക്കൾക്ക്, അത് വരുന്നവരെല്ലാം തന്നെ ശാരീരിക അവശതയുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് VEO. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊടുക്കാൻ പോലും തയ്യാറല്ല. എഗ്രിമെന്റ് ഒപ്പുവെക്കലും മറ്റു കാര്യങ്ങളായിട്ട് അവർ ഒട്ടനവധി സമയം അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇവര് ഒരു സീറ്റ് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കാൻ തയ്യാറല്ല. അത് ഗ്രാമസേവന്റെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അയാൾ തികച്ചും നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതേ അവസ്ഥ തുടർന്ന് കണ്ടപ്പോഴാണ് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശ്നം പരിഹരിക്കാൻ നടപടിയുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സത്യൻ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. TCV എരുമപ്പെട്ടി.
ജില്ലയിലെ കോൾപ്പടവുകളിലെ മോട്ടോർ ഷെഡിൽ നിന്ന് കേബിളുകൾ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. വെങ്ങണശ്ശേരി സ്വദേശി നന്ദിപുലം വീട്ടിൽ അനീഷ്, തൃക്കൂർ സ്വദേശി തുണ്ടത്തിൽ വീട്ടിൽ റിൻഡോ, അമ്മാടം സ്വദേശി നാരായണൻകാട്ടിൽ അനൂപ് എന്നിവരാണ് റിമാൻഡിലായത്. പേരമംഗലം, പാവറട്ടി, അന്തിക്കാട്, കുന്നംകുളം, ചേർപ്പ്, പുതുക്കാട് തുടങ്ങി 40ഓളം കോൾപ്പടവുകളിലെ മോട്ടോറിന്റെ കേബിളുകളാണ് പ്രതികൾ മോഷ്ടിച്ചത്. മോഷണം വ്യാപകമായതോടെ കോൾപ്പാടങ്ങളിൽ സ്പെഷ്യൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സാഗോക് ടീം പ്രതികളെ പിടികൂടിയത്. ജില്ലാ കലോത്സവത്തിൽ പിന്തള്ളപ്പെടുകയും അപ്പീലിലൂടെ സംസ്ഥാനത്തെത്തി A ഗ്രേഡ് കരസ്ഥമാക്കി ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ വൃന്ദവാദ്യ സംഘം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ജില്ലയിൽ മാറ്ററിയിച്ചെങ്കിലും കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത് മറ്റൊരു ടീമായിരുന്നു. എന്നാൽ അപ്പീലിലൂടെ സംസ്ഥാന വേദിയിലെത്തിയ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച A ഗ്രേഡ് നേട്ടമാണ് കൈവരിച്ചത്. പരിശീലകൻ അഭിയുടെ നേതൃത്വത്തിൽ നടത്തിയ കഠിന പരിശ്രമവും മികവാർന്ന പരിശീലനവുമാണ് ഇവരെ ഇതിന് സാധ്യമാക്കിയത്. ആൻമാരി, കപില, അദീന, ലാനിയ, ജാനിയ, അന്ന ഗ്രേസ്, ഹലൻ, റോസ് എന്നിവരടങ്ങിയ സംഘമാണ് സംസ്ഥാന വേദിയിൽ ജില്ലയ്ക്കായി അഭിമാന നേട്ടം കൈവരിച്ചത്. മികച്ച പ്രകടനം നടത്തി A ഗ്രേഡ് കരസ്ഥമാക്കിയ സംഘത്തിന് അധ്യാപകരും രക്ഷിതാക്കളും സഹപാഠികളും അഭിനന്ദനങ്ങൾ നേർന്നു. ജില്ലയിൽ നിന്ന് ഞങ്ങൾക്ക് സ്റ്റേറ്റിലേക്ക് പോകാനും അവിടെ ഉന്നത വിജയം കരസ്ഥമാക്കി ഞങ്ങളുടെ ജില്ലയുടെ തന്നെ ഒരു അഭിമാനമായി മാറാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ മോഷ്ടിച്ച സംഘം അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളായ ശിവകുമാർ, ചെല്ലദുരൈ, കാർത്തിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ ചന്തപ്പുരയിൽ ഹൈവേയുടെ നിർമ്മാണത്തിനായി സൂക്ഷിച്ചു വെച്ചിരുന്ന സാമഗ്രികളാണ് പ്രതികൾ കവർന്നത്. SIമാരായ ഹരോൾഡ് ജോർജ്, പ്രീജു, CPമാരായ ബിനിൽ, സനൂജ്, സുജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഏറെ കൗതുകകരവും അതേസമയം ശ്രമകരവുമായ വിനോദമാണ് സ്ട്രിംഗ് ആർട്ട് അഥവാ പിൻ ആൻഡ് ത്രെഡ് ആർട്ട്. ആണിയും നൂലും കൊണ്ട് മിഴിവാർന്ന ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുന്ന കലയാണിത്. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഗണിതശാസ്ത്ര ആശയങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമാക്കുന്നതിനായി മേരി എവറസ്റ്റ് ബോൾ രൂപകൽപ്പന ചെയ്ത കർവ് സ്റ്റിച്ച് പ്രവർത്തനമാണ് സ്ട്രിംഗ് ആർട്ടിന്റെ ആദ്യ മാതൃക. ബഹുഭൂരിപക്ഷം കലാകാരന്മാരും വളരെയധികം സമയം ചിലവഴിച്ച് കൈകൊണ്ടാണ് സ്ട്രിംഗ് ആർട്ട് ചെയ്യുന്നത്. ഓട്ടോമേഷൻ എഞ്ചിനീയറായ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് അഖിൽ സ്വന്തമായി ഒരു സ്ട്രിംഗ് ആർട്ട് മെഷീൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ സ്ട്രിംഗ് ആർട്ട് മെഷീനാണ് ഇതെന്ന് അഖിൽ പറഞ്ഞു. ഞാനൊരു വട്ടം സ്ട്രിംഗ് ആർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നോർമൽ മാനുവലി കൈ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു നല്ല ടൈം ഇരുന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ്. പിന്നെ കുറേ നേരം ഈ നമ്പേഴ്സ് നോക്കിയിട്ട് നമ്മൾ ചുറ്റണം. അപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് അത്രയും എഫേർട്ട് കൂടുതലാണെന്നുള്ളത് കൊണ്ട് ഞാനത് വർക്ക് ഉപേക്ഷിച്ചു. പക്ഷെ എനിക്കത് വിടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം എന്നുള്ള അങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്തത്. തന്റെ ഒഴിവ് സമയങ്ങൾ പൂർണ്ണമായും വിനിയോഗിച്ചാണ് അഖിൽ ഈ യന്ത്രം തയ്യാറാക്കിയത്. ബിടെക് വിദ്യാർത്ഥിയായിരിക്കെ ദോശയും പഴംപൊരിയും ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് അഖിൽ ശ്രദ്ധേയനായിരുന്നു. കോവിഡ് കാലത്ത് അഖിലും സുഹൃത്തുക്കളും ചേർന്ന് മാസ്ക് വെൻഡിംഗ് മെഷീനും സാനിറ്റൈസർ ഡിസ്പെൻസറും നിർമ്മിച്ചിരുന്നു. പുതിയ യന്ത്രത്തിന്റെ സഹായത്തോടെ നേരത്തെ തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് നൂലുകൊണ്ടുള്ള ചിത്രങ്ങൾ ഉരുക്കാനാകും. ശ്രമകരമായ സ്ട്രിംഗ് ആർട്ടിനെ എളുപ്പവും വേഗത്തിലുമാക്കുന്നതാണ് ഈ യന്ത്രം. TCV കൊടുങ്ങല്ലൂർ. വടക്കേമഠം ബ്രഹ്മസ്വം വേദിക് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് സുബ്ബരാമ പട്ടർ എൻഡോമെന്റ് വാക്യാർത്ഥ സദസ്സ് തൃശൂരിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് PP പരമേശ്വരൻ, ഡോക്ടർ CM നീലകണ്ഠൻ എന്നിവർ ദീപോജ്വലനം നടത്തി. പ്രൊഫസർ എണ്ണാഴി രാജൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ PM ദാമോദരൻ, പ്രൊഫസർ കൃഷ്ണകുമാർ, ഡോക്ടർ S ശാരദ തുടങ്ങിയവർ നേതൃത്വം നൽകി. പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പുളിപ്പറമ്പ് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യദാർഢ്യ സമിതി രക്ഷാധികാരി MU മുത്തു അധ്യക്ഷനായിരുന്നു. വിവിധ കക്ഷി നേതാക്കളായ K ശിവരാമൻ, PS ബാബു, ഷീബ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കാരണഭൂതരായിരിക്കുന്നത് ഹമാസാണെന്നും അപകടകരമായ വിധത്തിലൊരു പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകുന്നു
വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വാണിയമ്പാറ പൊട്ടിമട പറക്കുന്നേൽ ദിബീഷാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മുടപ്പല്ലൂരിന് സമീപം ദിബീഷ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 2 കാലിന് ഗുരുതര പരിക്കേറ്റു. യുവാവിന്റെ ചികിത്സയ്ക്കായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. നമ്മുടെ പൊട്ടിമട നിവാസിയായിട്ടുള്ള രാധാകൃഷ്ണന്റെ മകൻ ദിബീഷ് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കൂലിപ്പണിക്കാരനായിട്ടുള്ള ദിബീഷിൻ്റെ വീട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബില്ല്. വീട്ടുകാർക്ക് മുന്നോട്ട് പോകാൻ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഈ ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള ദിബീഷിനെ സഹായിക്കാൻ ആവശ്യമായ സഹായം ചോദിക്കുകയാണ്. സുമനസ്സുകൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വാണിയമ്പാറ ശാഖയിലെ അക്കൗണ്ടിലേക്ക് ചികിത്സാ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സമാജം ജില്ലാ പ്രസിഡന്റ് രമ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. AC സുരേഷ്, VV ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കടവല്ലൂർ വടക്കുമുറി സ്വദേശി താഴത്തിൽ വീട്ടിൽ അഭിലാഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും ചങ്ങരകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി ഡ്രൈവർ ഭക്ഷണം കഴിക്കുന്നതിനായി പെരുമ്പിലാവിൽ ലോറി നിർത്തിയിട്ടിരുന്നു. നിർത്തിയിട്ട ലോറി ശ്രദ്ധിക്കാതെ പുറകിലെത്തിയ ബൈക്ക് യാത്രികൻ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ചേലക്കര കായാമ്പൂവത്ത് നിയന്ത്രണമിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂൺ റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും പോലീസും KSB ഉദ്യോഗസ്ഥരും ചേർന്ന് വൈദ്യുതി പോസ്റ്റ് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്ത് നിയന്ത്രണമിട്ട ടാറ്റ എയ്സ് ഗുഡ്സ് വണ്ടി ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. കരിമത്ര മോണിയാർ വീട്ടിൽ ജോൺ ജോസഫ്, ഭാര്യ റോവി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ ജോണിയെയും ഭാര്യയെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചുണ്ടൽ സ്വദേശി മണപ്പറമ്പിൽ മുരളീധരൻ, യാത്രക്കാരി ഗുരുവായൂർ സ്വദേശിനി പാലയൂർ വീട്ടിൽ സവിത, പെട്ടി ഓട്ടോ ഡ്രൈവർ പശ്ചിമ ബംഗാൾ സ്വദേശി പിന്റു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി മറഞ്ഞു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. സുരക്ഷയുടെ ഭാഗമായി വിവാഹ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നും ദേവസ്വം. മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച. 9 പവനും 50,000 രൂപയും കവർന്നു. വീടിന്റെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ. 3 ലക്ഷം രൂപയുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. കണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തടയാനെത്തിയ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.